ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. രാവിലെ മുതൽ അത്താഴം വരെയുള്ള കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് ഉള്ളൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ രാവിലെ ഒരു 6 മണി 7 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഉറങ്ങാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണീക്കാനും ഏകദേശം 2-2:30 മണിയൊക്കെ ആയിട്ടാണ് എണീക്കുക. നല്ല നട്ടുച്ചക്കാണ് കേട്ടോ എണീക്കുക. അപ്പോൾ ഇങ്ങനെ നേരെ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുക്കിങ്ങിലേക്ക് കിടക്കുക. അങ്ങനെ ആ ഒരു കറക്റ്റ് ടൈമൊക്കെ നോക്കിയിട്ടാണ് എണീക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു 2-2:30. ഇന്നിപ്പോൾ വ്ളോഗ് എടുക്കണോണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ നേരത്തെ ഒന്ന് എണീറ്റിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാൻ എണീറ്റതിൻ്റെ ശേഷമാണ് കേട്ടോ അന്നാന്ന് എന്ത് കുക്ക് ചെയ്യണമെന്നൊക്കെ ആലോചിക്കുക. എന്നിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അപ്പോൾ തന്നെ പറയും. അപ്പോൾ എന്തായാലും അസർ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഷോപ്പ് അടച്ചിട്ട് വരും. അപ്പോഴാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ കുക്ക് ചെയ്യുക. അസർക്ക് ശേഷമാണ് ഞാൻ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് നെയ്ച്ചോറ് വെക്കാനാണ്. പത്തിരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ. പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് വലിയൊരു ഐഡിയ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ഓരോ ദിവസം ഓരോ ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന്, നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കാമെന്ന്. പിന്നെ പാസ്ത ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും പാസ്തക്കുള്ള ഇത് ഞാൻ വേഗം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. വൈറ്റ് സോസ് പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നോർമലി നമ്മൾ എന്തെങ്കിലും 2 ഐറ്റം സ്നാക്സും അതേപോലെ 2 ഐറ്റം ജ്യൂസും, 2 ഐറ്റം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ നാരങ്ങ വെള്ളമാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിൽ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കും. പിന്നെ ഒന്ന് ഷേക്ക് പോലെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ കറിയും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ നോർമലി ഉണ്ടാക്കേണ്ട പുട്ട്, ദോശ, അപ്പം, വെള്ളപ്പം, ഇടിയപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് സ്നാക്കൊന്നും ഉണ്ടാക്കണില്ല. അതായത് എക്സ്ട്രാ സ്നാക്കൊന്നും ഉണ്ടാക്കണില്ല. ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോള ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെമ്മീൻ പോള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും നമുക്ക് ഇടയ്ക്ക് ട്രൈ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതും പാസ്തയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. വൈറ്റ് സോസ് പാസ്ത എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവർക്കും വലിയൊരു താല്പര്യമില്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ സോസേജ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പോളയിലേക്കുള്ള ചെമ്മീൻ. ഇത് ഫ്രോസൺ ചെമ്മീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ച് തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ ഒരു 4-4:30 ആയിട്ടാണ് കേട്ടോ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ബാങ്ക് കൊടുക്കുക ഏകദേശം 6:30 ആകുമ്പോഴാണ്. പക്ഷെ അപ്പോഴേക്കും എല്ലാം കുക്ക് ചെയ്ത് കഴിയും കേട്ടോ. ഇവിടെ പിന്നെ നമ്മൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുക. അതായത് നമ്മൾ കടിയും കറിയും ഒക്കെ കൂട്ടിയിട്ട് ഒരുമിച്ച് നോമ്പ് തുറക്കണം ആ ഒരു സമയത്ത് തന്നെയാണ് കുടിക്കാറുള്ളത്. കാരണം എല്ലാവരും ഷോപ്പിൽ പോണതുകൊണ്ട് അങ്ങനെ അപ്പം തന്നെ നമ്മൾ കഴിക്കും. അപ്പോൾ എല്ലാം പക്ഷേ റെഡി ആവാറുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ബാങ്ക് കൊടുക്കാനുള്ള സമയത്താണെങ്കിൽ പോലും എല്ലാം റെഡിയായി കഴിയലുണ്ട്. അപ്പോൾ ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്യണോണ്ടാണ്. അപ്പോൾ അതാ നമ്മളിനി അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാലൻ്റെ അരിയാണ്. ആദ്യത്തെ നോമ്പിന് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴാണ് കറക്റ്റ് സമയം നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഓക്കെ ആയി. കറക്റ്റ് ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വേഗം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ കുറേ അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. 2-2.5 മണിക്കൂറേ ഉള്ളൂ. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കണ്ടേ. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇത്തിരി അവിടെയും ഇവിടെയും ഒക്കെ എടുത്ത് വെച്ചിട്ടായിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മുന്തിരിയും അണ്ടിപ്പരിപ്പും ഉള്ളിയും ഒക്കെ ഒന്ന് വറുത്ത് എടുത്താണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ പാസ്ത ഉണ്ടല്ലോ നേരത്തെ വെച്ചിട്ടില്ല, അത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേഗം ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഞാൻ നേരത്തെ തണുത്ത വെള്ളം വെച്ച് തണുത്ത പാലും തണുത്ത വെള്ളം യൂസ് ചെയ്ത് ഉണ്ടാക്കുക അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നോർമൽ വെള്ളം, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലും യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് പതിവ്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു
പാകത്തിനുള്ള തണുപ്പും ഉണ്ടാകും. പിന്നെ നമുക്ക് എളുപ്പമാണ് ആ ഒരു സമയത്ത് എടുത്ത് ക്ലാസ്സിലേക്ക് ഒഴിക്കേണ്ട ആ ഒരു ഇതുള്ളൂ. അപ്പോൾ പിടിച്ചുണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. ഞാൻ ആദ്യം അങ്ങനെയാണ് കേട്ടോ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു നോർമൽ നമ്മൾ വത്തക്ക വെച്ചിട്ട് വത്തക്ക ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ റൂഫ്സ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതേപോലെ ഇത്തിരി പാലും കൂടെ വെച്ചിട്ട് കുറച്ച് ലൂസായിട്ട് ഒരു മുഹബത്ത് സർബത്തൊക്കെ പോലെ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇനി ബാങ്ക് കൊടുക്കണതിൻ്റെ ഒരു 2 മിനിറ്റ് മുമ്പൊക്കെ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു തണുപ്പാവും, നല്ലൊരു ഓവർ തണുപ്പില്ലാതെ. ഇവിടെ ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ, ചൂടുമല്ല തണുപ്പുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തണുത്ത വെള്ളം കുടിക്കാനുള്ളൊരു ടെൻഡൻസി ഒന്നും ഉണ്ടാവാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ വരും ചൂടാണല്ലോ, അപ്പോൾ നല്ല തണുപ്പൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞേക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഷേക്ക് പോലെയുള്ള കട്ടിയുള്ള ജ്യൂസ് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാംഗോൻ്റെ പൾപ്പുണ്ടായിരുന്നു കേട്ടോ, അത് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ അതും പിന്നെ ക്യാരറ്റിൻ്റെ പൾപ്പുണ്ട്, അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കട്ടിയുള്ള ഒരു പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു ജ്യൂസാക്കി എടുക്കുകയാണ്. ഒരുപാട് ഷുഗർ കണ്ടൻറ്റുള്ള ഐറ്റംസൊക്കെ നോമ്പ് തുറന്ന പാടെ കഴിക്കുന്നത് ഭയങ്കര കേടാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തിയുള്ളൂ കേട്ടോ. ഞങ്ങളെ വീട്ടിൽ പണ്ട് മുതലേ നാരങ്ങ വെള്ളം ഒരു കട്ടിയുള്ള ഷേക്കും അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ആ ഒരു സെയിം സാധനം എനിക്കും അങ്ങോട്ട് അഡിക്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കും അത് നിർബന്ധമാണ്. അപ്പം അങ്ങനെ അതും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോമ്പ് തുറക്കണേൻ്റെ ഒരു 2 മിനിറ്റ് മുമ്പ് എടുക്കുകയുള്ളൂ, അതുവരെ അതവിടെ കിടക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പാസ്തയിലേക്കുള്ള സോസേജ് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ 2 സോസേജ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ റൗണ്ടാക്കിയിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ പോലെ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി കുരുമുളകും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാലയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അധികം ഓയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രോസൺ ചെമ്മീനും പിന്നെ ഇത് ഭയങ്കര കുഞ്ഞു കുഞ്ഞു ചെമ്മീനാണ് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ തന്നെ നല്ലോണം ആവും. പിന്നെ നമ്മൾ പോള ഉണ്ടാക്കുമല്ലോ, അപ്പോഴും അത്യാവശ്യം കുക്കായി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ പാസ്തയിലേക്കുള്ള സോസേജ് ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ബട്ടറിൽ ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. ഇവിടെ ഹെമിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ബട്ടർ. അങ്ങനെ വെറുതെ നമ്മൾ ചോക്ലേറ്റൊക്കെ കയ്യിൽ പിടിച്ച് കഴിക്കൂലേ, അതുപോലെ ബട്ടർ കഴിക്കും. പക്ഷേ ഞാൻ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാറില്ല. എന്ത് സാധനമാണെങ്കിലും കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ ബട്ടറൊക്കെ, പക്ഷേ അധികം ആയിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും കേടല്ലെന്ന് വിചാരിച്ച് അങ്ങനെ കൊടുക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഫുഡിലൊക്കെ ആഡ് ചെയ്തിട്ടേ കൊടുക്കലുള്ളൂ. ഇപ്പോൾ വൈറ്റ് സോസ് പാസ്ത ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. നമ്മൾ പണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് സോസേജ് മാത്രമേ ഉള്ളൂ, വേറെ വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഫ്രഷ് ക്രീമും അതുപോലെ ഒരു ഇത്തിരി ഒറിഗാനോയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, വേറെ കൂടുതൽ ഒരു ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് എല്ലാവരെയും ഒരു എല്ലാവർക്കും പൊതുവേ പെട്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ല. ഇത് റെഡി ആയപ്പോൾ ഞാൻ നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്യാനുള്ള അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയുള്ളൂ ഓവണിൽ വെച്ചിട്ട്. അങ്ങനെ പിന്നെ ഇത് കണ്ട നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, മുളകും പച്ചമുളകും ഇട്ടിട്ടുള്ള പേസ്റ്റാണ്. അത് ഞാൻ വലിയൊരു ടിന്ന് മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ ഈ പ്രത്യേകിച്ച് റമദാനാകുമ്പം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോളയിലേക്കുള്ള ബാറ്ററാണ് കേട്ടോ. അത് നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോളയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരുപാട് പേരിപ്പോൾ ട്രൈ ചെയ്യണ ഒരു ഐറ്റമാണ്. ജസ്റ്റ് മുട്ടയും മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൂസ് ബാറ്ററാക്കി എടുത്തിട്ട് പിന്നെ നമ്മളങ്ങനെ പാനിൽ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയണ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഷെയർ ചെയ്യാത്തത്. പിന്നെ നിങ്ങളുടെ നോമ്പൊക്കെ എങ്ങനെ പോകണമെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിവിടെ ഇതുവരെ കുഴപ്പമൊന്നുമില്ലാത്ത അടിപൊളിയായിരുന്നു, കാലാവസ്ഥയാണെങ്കിലും എല്ലാം കൊണ്ടും നമ്മൾ ഓക്കെയാണ്. പക്ഷേ നാട്ടിൽ പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ. ചൂടും അതേപോലെ ചെറിയ മക്കൾക്കൊക്കെ ക്ലാസ്സും അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പലരും നോമ്പൊക്കെ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ നോമ്പ് എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. രസമല്ല നമുക്കങ്ങനെ ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും വായിക്കാമല്ലോ.
അറിയാമല്ലോ. നമുക്കിവിടെ ഇതുവരെ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പോള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനൊരു കണക്കൊന്നുമില്ല. ഞാൻ കുറച്ച് ടൈം ആകുമ്പോൾ അതുവരെ ഒന്ന് മൂടി വെക്കും, മൂടി വെച്ച് വേവിക്കും ലോ ഫ്ലെയിമിൽ. കുറച്ച് ടൈം ആകുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കുമ്പോൾ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് വേവിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ കറക്റ്റ് ടൈമൊന്നും നോക്കലില്ല. ഇനിയിപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ടേബിളിൽ കൊണ്ട് വെക്കാമെന്ന്. ഇനിയിപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു കേട്ടോ. നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഫുഡൊക്കെ ടേബിളിൽ കൊണ്ടുവച്ച കുറേ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ അതെല്ലാം ഡിലീറ്റായി പോയിട്ടുണ്ട് കേട്ടോ ഫോണിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ അതൊന്നും ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ച്. എന്തായാലും അത് നമ്മളെ കയ്യിൽ നിന്ന് പോയല്ലോ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഞാനും ഹെമിനും കുറച്ചധികം സമയം റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ. അവനിങ്ങനെ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഫോണോ ടി വി ഒക്കെ ഇട്ടിരിക്കും. ഞാനും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടൈം പോകും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 12 മണി 11:30 ആകുമ്പോഴാണ് നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് വരിക. ഇനിയാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടാവും, അങ്ങനെ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല. അത് ക്ലീൻ ചെയ്യലും പിന്നെ നമ്മൾ പെലച്ചക്കുള്ള ഫുഡ്, അത്താഴത്തിനുള്ള ഫുഡ് ഉണ്ടാക്കലും ബാക്കിയുള്ള ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ചെയ്യുക. പിന്നെ ഈ ഒരു സമയം മുതൽ നമുക്ക് ഒരു 4:30 വരെ ടൈമുണ്ട്. 4 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും 4 മണി 4:15 ആകുമ്പോഴാണ് എല്ലാവരും ഷോപ്പടിച്ച് അത്താഴം കഴിക്കാൻ വേണ്ടി വരിക. അപ്പോൾ അതുവരെ ടൈമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും റെസ്റ്റൊക്കെ എടുത്തിട്ട് തന്നെ ചെയ്താൽ മതി എന്നുള്ളത്. ഇന്ന് പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയതുകൊണ്ട് ചോറൊന്നും വെക്കാനില്ല കേട്ടോ. കുറച്ച് ചോറ് തലേന്നത്ത് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ കറിയും ഉപ്പേരി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. പിന്നെ ഫിഷ് ഫ്രൈ, അതേപോലെ പപ്പടം ഫ്രൈ ചെയ്യുക, അങ്ങനെയൊക്കെ. അത് പിന്നെ ആ ഒരു സമയത്ത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കിച്ചൺ ക്ലീനിങ്ങും പണിയൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേഗം അടിച്ചു വാരലും തുടക്കലും ബാക്കിയുള്ള തട്ടിക്കൂട്ട് പണികളും ഒക്കെ ഒന്ന് തീർത്ത് ഞാനും ഹെമിനും ഒക്കെ ഫ്രഷായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായി. ഇനിയിപ്പം നമ്മൾ പപ്പടം പൊരിക്കുക, ഫിഷ് ഫ്രൈ ചെയ്യുക, അതിനു വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 3:30 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെമിന് ഫുഡ് കൊടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ റമളാൻ റൊട്ടീനൊക്കെ ഇങ്ങനെയാണ്. ഒരു ദിവസത്തെ എല്ലാ സംഭവങ്ങളും കഴിയും. പിന്നെ നമ്മൾ സുബഹയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ, ഒരു റമളാൻ റൊട്ടീൻ എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻസും അറിയിക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.